ഇന്ന് പുലർച്ചെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ കല്യാണം കഴിഞ്ഞു. ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ സ്റ്റാർ മാജിക് താരവുമായ അനുമോളുടെ കല്യാണം കഴിഞ്ഞു. ആരും അറിഞ്ഞില്ല. വളരെ രഹസ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണാവോ ആരെ അറിയിക്കാഞ്ഞത്? നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇനിയിപ്പോൾ വല്ല ഭീഷണിയുണ്ടോ? കല്യാണം അനുമോൾ കഴിക്കുന്നുണ്ട്. വരനാരുമല്ല, തമിഴ്നാട്ടുകാരനായ ഭുവനേഷ്, അവനാണ് വരൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അനുമോൾ അടുത്ത കൊല്ലമാണ് കല്യാണമുള്ളോ, ഈ കൊല്ലം കല്യാണമില്ല എന്ന് പറഞ്ഞ് നടന്ന് പെട്ടെന്ന് ഇതുപോലെ രഹസ്യമായി ഗുരുവായൂർ വന്ന് കല്യാണം കഴിക്കാനുള്ള കാരണം? ഇനിയിപ്പോൾ കല്യാണം ആരെങ്കിലും മുടക്കുന്ന അനുമോളിനോട് വല്ലവരും പറഞ്ഞോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വെച്ചിട്ട് അനീഷ് അനുവിനെ ഒരുപാട് സ്നേഹിച്ചിട്ട് ആ കാര്യം തുറന്നു പറഞ്ഞത് നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അനീഷ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ, ആ പ്രേമം നിരസിച്ചത് കൊണ്ടാണോ ഇനി കല്യാണം രഹസ്യമാക്കി വെച്ചത്? ഒരു പിടുത്തമില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചെക്കനെ പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ നാട്ടുകാരറിയണത് ഇത് തമിഴ്നാട്ടുകാരനാണ്, ഭുവനേശ്വർ എന്നാണ് പേര്. ഇത് നിങ്ങൾ പ്രേമമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ല. പ്രേമമാണോ അല്ലേ എന്ന് പറയില്ല. അത് ഇനി പറയാമെന്നാണ് പറയണത്. ആയിക്കോട്ടെ, അത് അവരെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മളതിൽ കൈ കടത്താൻ പാടില്ല. പിന്നെ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് അനുമോളുടെ തീരുമാനമാണ്. അത് അനുമോൾക്ക് ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു. അനീഷിനെ ഇഷ്ടപ്പെട്ടില്ല, വേണ്ട, കഴിക്കണ്ട, ഒരു പ്രശ്നമില്ല. അനീഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മാരേജാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാനായിട്ട് സാധ്യത കുറവാണ്. അത് വേട്ടെ, അതിലേക്ക് നമുക്ക് കടക്കണ്ട. എന്തായാലും അനീഷിനെ പറ്റി പറയുമ്പോൾ അനീഷ് ഒരു പാവമാണ്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ബിഗ് ബോസിൽ ഇത്രയും വലിയൊരു റീച്ച് ഉണ്ടാക്കിയൊരു വ്യക്തി എത്ര അടങ്ങി ഒതുങ്ങിയാണ് ജീവിക്കണമെന്ന് നോക്കി. അനീഷ് എവിടെയെങ്കിലും ഉണ്ടെന്ന് തന്നെ ഒരാൾക്ക് തിരിച്ചറിയില്ല. ഒരു അഹങ്കാരമില്ല, ഒരു തലക്കനല്ല. അവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. മറ്റുള്ള ബിഗ് ബോസ് താരങ്ങൾ കിടന്ന് കാണിക്കന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാലില്ലാത്ത കുളത്തിൽ വട്ടുടി രാജാവെന്ന് പറഞ്ഞ പോലെയാണ്. ഇവരൊക്കെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്ന് ഇറങ്ങിയ ഒരു അഹങ്കാരമാണ് ഇവർക്കൊക്കെ. ബിഗ് ബോസ് താരങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല പ്രേക്ഷകർക്ക്. പിന്നെ എങ്ങനെ അവരെ ചോക്കാൻ പറ്റുക? അനുമോളെ അത് അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് അഹങ്കാരം, എന്താണെന്ന് തലക്കാനം, എന്താണ് ഒരു മഹാറാണി പട്ടം കിട്ടിയ പോലുള്ള ഒരു ഇതാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു നാണം കെട്ട, ഒരു വൃത്തികെട്ട പരിപാടിയാണ് അത്. അതിൽ ചെല്ലണവരും നാണം കെടും, മാന്യമര്യാദയായി പോയവരൊക്കെ നാണം കെട്ട് അവരുടെ കുടുംബം നാലാ വഴിക്കായി പോയതാണ് ഈ ബിഗ് ബോസ്. അപ്പോൾ അങ്ങനെ ഒരു ഷോയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരം, ഇവരൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയൊക്കെ ആയെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിചാരം. ഇങ്ങനെയുള്ള വല്ല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് കളഞ്ഞോ. പിന്നെ അനുമോൾ കല്യാണം കഴിഞ്ഞ് വന്നൊരു കാര്യം പറഞ്ഞു. വിവാഹവേഷത്തിൽ ഇത്രയും സുന്ദരിയായിട്ട് ഇത്രയും സ്വർണ്ണ കളറുള്ള സാരി കൊടുത്തു വന്നപ്പോൾ കല്യാണം കഴിച്ച ഭർത്താവ് ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. നന്നായിട്ടുണ്ട്, നീ സുന്ദരിയായിട്ടുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒന്നും നോക്കും എന്നൊന്നും പറഞ്ഞില്ല. വേണ്ട, എല്ലാവരും അങ്ങനെ പറയുന്ന ആൾക്കാരല്ല. അപ്പോൾ അതിനും പറഞ്ഞു, എൻ്റെ കല്യാണം കഴിച്ച ഭുവനേശ്വർ സംസാരിക്കാത്ത ആളാണ്, അതാണ് നല്ലത്. ഭുവനേശ്വർ സംസാരിച്ചില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അനുമോട് സംസാരിക്കണ്ടല്ലോ. അതുപോലെ രണ്ടുപേരും കൂടി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനു മുമ്പും നമുക്കിവിടെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് പേളി മാണി ശ്രീനിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു, ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെയാണ്. അവർ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി, അവർ കുട്ടികളൊക്കെ ആയി, അവർ നല്ല ഒരു ഭർത്താവാണ് ശ്രീനി ഒരു പാവമാണ്. അങ്ങനെ ഒരു തലക്കനോ ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്ത വളരെ സ്വാദാണ്. അത് നമ്മൾ ബിഗ് ബോസിലും കണ്ടതാണ്, മൂപ്പര് അഭിനയിക്കുന്ന സീരിയലിലും കണ്ടതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാം. പിന്നെ ബാല പ്രേമിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു, അത് നിലനിന്നില്ല. അതിപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബാലയുടെ പ്രശ്നം തന്നെയാണ്. അത് ഈ കാട്ടിക്കൂടുന്ന അംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആർക്കാണ് എന്താ പ്രശ്നം, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ കല്യാണത്തിന്, നമ്മുടെ അനുമോളുടെ കല്യാണത്തിന് നമ്മൾ അറിയിച്ചില്ലെങ്കിലും, യൂട്യൂബേഴ്സിനെ അറിയിച്ചില്ലെങ്കിലും, മറ്റുള്ളവരെ അറിയിച്ചില്ലെങ്കിലും, എന്തായാലും നമ്മുടെ നാട്ടിൽ വെച്ചാണല്ലോ കല്യാണം കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഗുരുവായൂർ വരെ വന്നല്ലോ. അപ്പോൾ വൈകിയാണെങ്കിലും വിവാഹ മംഗളാശംസകൾ. നല്ല രീതിയിൽ കുട്ടികളുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു മുത്തശ്ശിക്കായിട്ട് നല്ല കുറേ കാലങ്ങൾ ജീവിച്ചിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം. ഇത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ.
ബാക്കിയൊക്കെ അവരെ ജീവിതം, അവരെ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ, അവർ സന്തോഷിക്കട്ടെ, അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.